ടി മണിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ദിണ്ടിഗലാണ്. ദിണ്ടിഗലിൽ ക്യാമ്പ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിനിധി രാഹുൽ വിജയൻ ഇപ്പോൾ തത്സമയം ചേരുന്നു. രാഹുൽ വിജയൻ, ഈ SITയുടെ നീക്കം ശക്തമാക്കിയപ്പോൾ ആത്മഹത്യാ ഭീഷണി വരെ ശത്തിടുമെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. എങ്ങനെയാണ് ഈ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഈ മണിയെക്കുറിച്ച് നമുക്ക് ലഭിച്ച കൂടുതൽ വിവരങ്ങൾ? SKN മണി ചില്ലറക്കാരനല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഉറപ്പിച്ചു പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, രാവിലെ അതിനാടകീയമായ രംഗങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ഈ മണി കാണിച്ചിരുന്നു. അതായത് ആത്മഹത്യാ ഭീഷണി ഉൾപ്പെടെ മുഴക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അല്പസമയം മുമ്പ് നമ്മൾ ആ മണിയെ കണ്ടു. അതായത് ബാലമുരുകന്റെ ടൈലറിംഗ് ഷോപ്പിന് മുൻപിൽ മണി രാവിലെ എത്തിയ സ്കൂട്ടറിൽ തന്നെ വന്ന് അവിടെ നിന്ന് ആളുകളോട് സംസാരിക്കുകയാണ്. അദ്ദേഹം ചിരിച്ചും കളിച്ചുമൊക്കെയാണ് സംസാരിക്കുന്നത്. ആ രാവിലെ ഉണ്ടായിരുന്ന പേടിയും ഭയമൊന്നും അദ്ദേഹത്തിന്റെ മുഖത്ത് അഭിനയത്തിലൂടെ കൊണ്ടുവന്ന ആ പേടിയും ഭയമൊന്നും ഇപ്പോഴില്ല. അദ്ദേഹം സാധാരണക്കാരനായി മാറിയിട്ടുണ്ട്. സാധാരണ നിലയിൽ എങ്ങനെയാണോ അങ്ങനെ മാറിയിട്ടുണ്ട്. അതായത് ഈ SITയുടെ വരവും പോക്കുമൊന്നും ഈ ഡി മണിയെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡി മണി എന്തായാലും ഉറച്ചു തന്നെയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ അത്തരം ഒരു പ്രഹസനം നടത്തേണ്ട സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതും ഇനിയും വ്യക്തമല്ല. എന്തായാലും 30-ാം തീയതിയും തിരുവനന്തപുരത്തേക്ക് SIT ചെല്ലാൻ സമൻസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഡി മണി ഇന്ന് പറഞ്ഞത്. അത് പോവുകയും ചെയ്യും. താൻ നിരപരാധിയാണ് എന്നുള്ളത് ആവർത്തിക്കുകയായിരുന്നു. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ തന്നെ വേട്ടയാടരുത്, അങ്ങനെ വേട്ടയാടിയാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നും മണി ഇന്ന് പറയുകയും ചെയ്തു. അതിനിടെ നമ്മൾ ഇന്ന് ബാലമുരുകനെ നേരിട്ട്, ബാലമുരുകൻ ഇവിടെ ഒരു തയ്യൽക്കാരനാണ്, തയ്യൽ ജോലി ചെയ്യുന്ന ആളാണ്. ആദ്യം ബാലമുരുകന്റെ പേരാണ് പുറത്തേക്ക് വന്നത്. പിന്നീടാണ് ഈ ഡി മണി എന്നടക്കമുള്ള പേരിലേക്ക് മാറിയത്. അതായത് ബാലമുരുകന്റെ പേരിലുള്ള സിമ്മാണ് ഡി മണി ഉപയോഗിക്കുകയും കേരളത്തിലുള്ള ആളുകളെ ബന്ധപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ആ ബാലമുരുകനെ നമ്മൾ നേരിട്ട് കണ്ടു. പക്ഷേ അദ്ദേഹം നമ്മുടെ ക്യാമറയ്ക്ക് മുൻപിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം വളരെ ഭയത്തോടു കൂടിയാണ് നമ്മളോട് സംസാരിച്ചത്. അതായത് എന്നെ നിങ്ങൾ ഉപദ്രവിക്കരുത്, നിങ്ങൾ വേഗം ഇവിടുന്ന് പോകണം, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞ് നമ്മളോട് ആക്രോശിക്കുകയാണ് ചെയ്തത്. അതായത് അദ്ദേഹത്തിന് വലിയ തരത്തിൽ പേടി തട്ടിയിട്ടുണ്ട്. മാത്രമല്ല, ഈ MS മണി എന്ന് പറയുന്ന ഡി മണിയുടെ ഫോൺ കോളുകൾ നിരന്തരം അദ്ദേഹത്തിന് നമ്മൾ നിൽക്കുന്ന സമയം എത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം കട പൂട്ടി ഇറങ്ങി പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുകയും ചെയ്തത്. എന്തായാലും മണി ചില്ലറക്കാരനല്ല. മണിക്ക് പിന്നിൽ വലിയ തരത്തിലുള്ള ശക്തികളുണ്ട് എന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 20 വർഷം മുമ്പ് ഒരു സാധാരണ ഓട്ടോക്കാരനായിട്ട് ജീവിതം തുടങ്ങിയതാണ്. പക്ഷെ കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ഈ മണിക്കുണ്ടായ വളർച്ച, സാമ്പത്തിക വളർച്ച, അത് ആരെയും ഞെട്ടിക്കുന്നതാണ്. നാട്ടുകാരും അത് പറയുന്നുണ്ട്. നാട്ടുകാർ ഓർത്തെടുക്കുന്നത് ഒരു ഓട്ടോക്കാരൻ മണി എന്ന നിലയിലാണ്. പിന്നീട് ഇവിടെ പ്രാദേശികമായിട്ടൊരു തിയേറ്ററിൽ പോപ്കോൺ വിൽപ്പന നടത്തി പോപ്കോൺ മണി എന്ന പേരിൽ അറിയപ്പെട്ടു. സമീപ നാളുകളിൽ, അതായത് ഒരു 6 വർഷങ്ങൾക്ക് മുൻപ് ചെറിയ ഒരു ഫിനാൻസ് സ്ഥാപനം തുടങ്ങുന്നു. പിന്നീട് ഇത് സ്വർണ്ണപ്പണയമാകുന്നു. അതിനുശേഷം വലിയ തരത്തിൽ പണമിടപാടുകൾ നടത്തുന്നു, റിയൽ എസ്റ്റേറ്റ് നടത്തുന്നു. അതിനിടയിൽ മാധ്യമപ്രവർത്തകൻ എന്നൊരു ലേബൽ കൂടി അദ്ദേഹത്തിന് കിട്ടുന്നു. അത്തരത്തിൽ നിഗൂഢകൾ നിറഞ്ഞ ഒരു ജീവിതമാണ് മണിയുടേതെന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും SITയുടെ ചോദ്യം ചെയ്യലിൽ ഒരു തരത്തിലുള്ള സഹകരണവും മണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. SIT ബാലമുരുകനെയും ചോദ്യം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ശ്രീകൃഷ്ണനെയും ഇവിടെ നിന്ന് മറ്റൊരു ജില്ലയിലാണ് ശ്രീകൃഷ്ണൻ ഉള്ളത്. ശ്രീകൃഷ്ണനെയും SIT സംഘം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ 3 പേരും തമ്മിലുള്ള ബന്ധം ഏത് രീതിയിലാണ് എന്നുള്ളത് ഇപ്പോഴും പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടില്ല. എങ്കിൽ കൂടിയും ഈ ബാലമുരുകനെ കൂടി ഈ ഡി മണി ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു ബാലമുരുകനെ ഏതെങ്കിലും വിധത്തിൽ ആയുധമാക്കിക്കൊണ്ടുള്ള നടപടി, അതായത് ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ബാലമുരുകനെ കൊടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള സംശയങ്ങൾ സ്വാഭാവികമായിട്ടും ഉയരുന്നുണ്ട്. അതുൾപ്പെടെ പുറത്തേക്ക് വരേണ്ട വിവരങ്ങളാണ്. എന്തായാലും ഡി മണി അതിശക്തനായ ഒരാളായി തന്നെ ഇവിടെ തുടരുകയാണ്. രാഷ്ട്രീയ പിൻബലം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരും പറയുന്നത്. SIT ഇനി ഏത് രീതിയിലായിരിക്കും നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. 30-ാം തീയതി ഡി മണിയോടും അതുപോലെ തന്നെ ബാലമുരുകനോടും തിരുവനന്തപുരത്തെ SITക്ക് മുൻപിൽ ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാഹുൽ വിജയൻ, രാഹുൽ ഉൾപ്പെടെ പല ആളുകളും നമ്മുടെ കേരളത്തിലുള്ള മാധ്യമപ്രവർത്തകർ ഇപ്പോൾ ദിണ്ടിഗലുണ്ടല്ലോ. ദിണ്ടിഗലിൽ നിൽക്കുമ്പോൾ ഈ കായഭീഷണി, അതായത് കായത്തിന്റെ ഭീഷണിയല്ല, ശരീരത്തിന് ഭീഷണി എന്തെങ്കിലും ഉണ്ടോ? ഈ ആളുകളുടെ ഈ നോട്ടവും അങ്ങനെയുള്ള ഭീഷണിയാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള നോട്ടങ്ങളും അതുപോലെ തന്നെ ചില ആളുകളുടെ വാച്ചിങ് ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതായത് നമ്മൾ പോകുന്ന വഴിയിലൂടെ പിന്തുടർന്ന ആളുകൾ വാഹനത്തിൽ വരികയും നമ്മൾ ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് കൃത്യമായിട്ട് ആളുകൾ അന്വേഷിച്ചിരിപ്പുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ വാർത്ത ലൈവ് റിപ്പോർട്ടിങ്ങിനിടയിൽ തന്നെ ഇവിടെ ഒരു ബൈക്ക് നിർത്തിയ ആൾ കുറച്ചു നേരം നിന്നതിന് ശേഷം, അതായത് രാവിലെ മുതൽ തന്നെ അദ്ദേഹം നിർത്തിയതിനു ശേഷം ഇപ്പോൾ കടന്നു പോവുകയാണ് ചെയ്തത്. അങ്ങനെ ആളുകളുടെ ഒരു നിരീക്ഷണം കൃത്യമായിട്ട് നമ്മൾക്ക് മേലുണ്ട്. അത് എനിക്ക് മേൽ മാത്രമല്ല, ബാക്കിയുള്ള മാധ്യമപ്രവർത്തകർക്ക് മേലെയും ഉണ്ട്. എന്തായാലും തടി സൂക്ഷിച്ചോണം. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.